ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പൊന്നോണം കൂടി വരവായി. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പടക്കപ്പൽ ടീംസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ആരുടെ അമ്മ കെട്ടി ഞാനാ വണ്ടി കൊണ്ടുപോകുന്നത്? എന്റെ അമ്മേനെ കെട്ടിക്കാനടാ ഇതാക്കി മോള് വണ്ടി വന്ന ഇറങ്ങടി വണ്ടി വന്ന് എന്താടാ എന്തോ പറയണ്ടോ? എന്താടാ മോനിങ്ങോട്ട് ഇറങ്ങ്, ഇറങ്ങടാ അങ്ങോട്ട്.
പറടാ, എന്താ എന്റെ ഉദ്ദേശം? പറ. ഞങ്ങൾ തമ്മില് ഇഷ്ടത്തിലാണ്. ആണോ മോളെ? ആണോ? അതെ ഏട്ടാ, ഞങ്ങളൊന്നും ചെയ്യരുത്. ഒന്നും ചെയ്യില്ല മോളെ. ഏട്ടാ ഒന്നും ചെയ്യില്ല, പറയട്ടോ ഏട്ടാ. എന്താ ചേട്ടാ പ്രശ്നം? അത് ചോദിക്കാൻ നീയാണോ? ഞാനിവന്റെ കൂട്ടുകാരനാ. ഇനി പറ, എന്താ പ്രശ്നം? എന്നാ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞേക്ക്, ഇനി മേല എന്റെ പെങ്ങളെ പിന്നാലെ നടന്ന ഒന്ന് കുഴിച്ചു കൊടുന്ന്. ഇതായിരുന്നു പ്രശ്നം? എന്റെ പൊന്നു ചേട്ടാ, ഇത് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അല്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാമേ. തീർക്കാൻ തന്നെ ഞാൻ വന്നത്. ഇനി ഇതേപോലെ ഒന്ന് കണ്ട ശരിക്കും ഞാൻ തീർക്കും. എന്റെ പൊന്നു ചേട്ടാ, ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അത് പറയും. ഒന്ന് വണ്ടി കയറി. എന്നാലും നീ ഇതിനെ പറ്റി എന്നോട് പറഞ്ഞില്ലല്ലോ. ഓർക്കുള്ള പണി പിന്നെ കൊടുക്കും. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ നടന്നിട്ട് ഈ കാര്യമൊക്കെ നിന്നോട് മറച്ചു വെച്ചല്ലോടാ. ശിവ, ഞാൻ നിന്നോട് പറയണമെന്ന് കരുതിയതാ, പക്ഷെ എനിക്ക് പറ്റിയില്ല. ഇപ്പം എന്തായാലും തൃപ്തിയായില്ലേ? ഏതായാലും ഇതിനെ സെറ്റാക്കിയത് ഞാൻ അറിഞ്ഞില്ല. എന്നാ ഇതെങ്ങനെ സെറ്റായി എന്നൊന്ന് പറഞ്ഞു തരുമോ? അത് വേണോ? ഞാനൊന്നും അറിയട്ടടാ, എങ്ങനെ സെറ്റാക്കി എന്നുള്ളത്. അത് കാര്യങ്ങളൊന്നും ശരിയായില്ലല്ലേ? എന്ത് കാര്യം? ദേ ആ നിൽക്കുന്ന കാര്യം. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? എങ്ങനെ? അതൊക്കെ ഉണ്ട്, നമ്പർ താ. ഫോൺ നമ്പറോ? ആ പക്ഷേ ഹെൽപ്പ് ചെയ്താ എനിക്ക് എന്ത് തരും? എന്ത് വേണേലും തരാം. ആ ചേച്ചി. എന്താ മോളെ? ചേച്ചിയുടെ ഫോണും തരുമോ? എന്തിനാ? ഞാൻ എന്റെ ചേട്ടന്റെ കൂടെ വന്നതാ, ചേട്ടനെ കാണുന്നില്ല, വിളിക്കാനാ. മോളെ നമ്പർ പറ, ഞാൻ വിളിച്ചുതരാം. 89 43 89 70 14. ദേവെന്നാണ് ഏട്ടന്റെ പേര്. ആ ഹലോ. ഹലോ, ദേവിയാണോ? അതെ, ആരാണ്? നിങ്ങളെ പെങ്ങൾ എന്റെ അടുത്തുണ്ട്, ക്യാപ്കോൺ സെന്ററിന്റെ അടുത്ത്. ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ എത്താം. ശരി. ഓക്കെ. എന്താ മോളെ പേര്? വൈക. ചേച്ചിയുടെ പേരോ? ശ്രീലക്ഷ്മി. എത്രഎന്താ പഠിക്കുന്നേ? ഏയില. എന്റെ ഏട്ടൻ വന്നു. പെങ്ങളെ കറങ്ങാൻ കൊണ്ടുവന്നാൽ മാത്രം പോരാ, അതുപോലെ കെയർ ചെയ്യാനും പറ്റണം. സോറി, എനിക്ക് പെട്ടെന്ന് പുറത്തു പോകേണ്ടി വന്നു, അതുകൊണ്ടാ. എനിവേ, താങ്ക് യു.
അപ്പൊ ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ ചേച്ചി. ഏതായാലും സംഗതി പൊളിച്ചു. ആളെ ഞാൻ വിചാരിച്ച പോലെയല്ല. താങ്ക്സ് കേട്ടോ. താങ്ക്സ് മാത്രം പോരാ, ചെലവ് ചെലവ്. ഓ ചെലവ് അത് ഞാൻ മറക്കുവോ? 500 rupees മോളെ ചെലവ്. അയ്യോ വേണ്ട, പിന്നെ മതി. പിന്നെയോ? മതി 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 മതി, ബാക്കി ഞാൻ ഊഹിച്ചോളാം. അതെങ്ങനെ? പഴയ ചെമ്മീന് മുതൽ ഇപ്പോഴുള്ള പ്രേമല് വരെ ഞാൻ കണ്ടതാ. അതുകൊണ്ട് ബാക്കി ഞാൻ അങ്ങോട്ട് ഊഹിച്ചോളാം. ഓക്കെ. ലവ് സ്റ്റോറി സിനിമകളൊക്കെ കണ്ടു വിചാരിച്ച് കറക്റ്റായിട്ട് എനിക്ക് ഇങ്ങനത് മനസ്സിലായി. നിനക്ക് അവളുടെ ഫോൺ നമ്പർ കിട്ടി, കാണാൻ തുടങ്ങി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. കൊച്ചു കള്ള. എന്നാവാ നമുക്ക് അവളെ വീട് വരെ ഒന്ന് പോവാം. എന്തിന്? പെണ്ണ് ചോദിക്കാൻ. വേണ്ട വേണ്ട. എടാ, ഈ പ്രശ്നം നടന്നത് കൊണ്ട് അവിടെ ഇപ്പം എന്തായാലും ഒരു പൊടിപൂരായിരിക്കും. ഇപ്പം പെണ്ണ് ചോദിക്കാൻ പറ്റിയ സമയം. നീ വാ. ശരിയാവൂല. പ്രേമിച്ചാൽ മാത്രം പോരാ, തൻ്റെ ഇടം കൂടി വേണോ? നീ വാടാ. നീ വാ, പെണ്ണ് ചോദിക്കുക പിന്നല്ല. വേണോ? നീ വാ. എന്താടാ വണ്ടി ചാട്ടാകത്ത്? ഞാൻ പറയുന്നത് കിട്ടുന്ന ടെങ്ങി ഒതുങ്ങി ഓനായിട്ട് എനിക്കെന്താ ബന്ധം? കുറെ ഞാൻ പല ആൾക്കാരും പറഞ്ഞു. കൊടുക്കാൻ പറ്റും. നാളെ വൈകുന്നേരം എത്തിക്കാം. അങ്ങോട്ട് വിളിക്കാം. എന്താണ് പ്രശ്നം? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവൻ ഈ പറഞ്ഞതിൽ എന്തിനും സത്യം ഉണ്ടോ? ആശം പിടിക്കാനായിട്ട് ആരാണ്? എടാ നീ പോയി നോക്ക്. എന്താടാ നീയൊക്കെ ഇവിടെ? എന്ത് ധൈര്യത്തിലാണ് അച്ഛൻ കയറുന്നത്? ഏതാടെ കുമാരി? ഇതാ ഞാൻ പറഞ്ഞ മോളുടെ കാമുകൻ. സാറേ, ഇത് ദേവ. ഞാനിവന്റെ കൂട്ടുകാരനാണ്. സാറിന്റെ മോളും ഇവനും തമ്മിൽ കുറച്ചു കാലം ഇഷ്ടത്തിലാണ്. ശ്രീഹരി, വീട്ടിൽ കയറി വരുന്നോട് മാന്യമായിട്ട് പെരുമാറണം. ഏതായാലും ഇവിടെ കയറുന്ന പെണ്ണാലോചിക്കാതെ നിങ്ങളെ തന്റെ ഇടം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിരിക്കട്ടെ, എന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആകെ ഇവൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ജനിച്ചതും വളർന്നതൊക്കെ
ഒരു ഓർഫനേജിലാണ്. അപ്പൊ തന്തയാരാ തള്ളയാരാന്ന് അറിയാത്ത ഒരുത്തനാണോ ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചെടുക്കട്ടെ? ചേട്ടാ എന്താടേ നിനക്ക് നൊന്തോ? സാറേ, സാറ് മാന്യമായിട്ട് സംസാരിച്ചു. പക്ഷെ ഇവനെ പോലെ ഒരുമാതിരി വർത്താനം പറഞ്ഞാല് എന്റെ സ്വഭാവം ശരിക്കും മാറും. അച്ഛനെ തൈത്തൊന്നും കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നേ, അടിച്ചിറങ്ങി തെറ്റുകളെ. ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഞങ്ങൾ ആരോഗ്യം ഇല്ലാത്തവരാ, വലിയ സ്വത്തോ മുതലോ ഒന്നുമില്ല. പക്ഷെ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ പട്ടിണി കൂടാതെ നോക്കാൻ പറ്റും എന്നുള്ളൊരു ചങ്കുറപ്പുണ്ട്. പിന്നെ വലിയ സ്വത്തും മുതലും ഒക്കെ കൊടുത്ത് പെൺകുട്ടികളെ വലിയ വലിയ വീട്ടിലേക്ക് എത്തിച്ചു വിട്ടിട്ട് ഗ്യാസ് പൊട്ടിത്തെറിച്ചും സ്റ്റൗ പൊട്ടിത്തെറിച്ചും ഒക്കെ മരിച്ചു എന്നുള്ള കഥകള് നമ്മൾ ദിവസവും കേൾക്കുന്നതല്ലേ സാറേ. എനിക്കിവിടെ തന്ന ഒരല്ലലും അറിയിക്കാതെ എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ നോക്കും. ആ ഒരു ഉറപ്പേ എനിക്ക് തരാൻ പറ്റും. മോളെ, എനിക്ക് ശരിക്കും ഇതിനെ ഇഷ്ടമാണോ? ധൈര്യമായിട്ട് പറഞ്ഞോ. ഇത് ഹരിഹരൻ തമ്പിയുടെ വീടാ. ഇത് ഹരിഹരൻ തമ്പിന്റെ മോളും. തലയിരിക്കുമ്പോ ആലാവല്ലേ. തീരുമാനം അച്ഛനെടുത്തോ. പക്ഷെ ശ്രീകാന്തുമായിട്ടുള്ള കല്യാണം നമ്മൾ പണ്ടേ ഉറപ്പിച്ചതാ. മോനെ, ഇവൻ പറഞ്ഞ് ശരിയാ. നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഞാൻ പണ്ടേ ഉറപ്പിച്ചതാ. പക്ഷെ മറ്റൊരാളെ മനസ്സിൽ കിടക്കുന്ന പെണ്ണിനെ നിങ്ങൾക്ക് വേണം. അത് സാരല്ല അങ്കളെ, ഇതൊക്കെ ഇവനെ ഇഷ്ടമെങ്കിൽ അത് നടക്കട്ടെ. ഓ, അപ്പൊ നമ്മൾ കുറച്ച് ശ്രീഹരി, നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിച്ചതാ ഞാൻ നിങ്ങളുടെ അമ്മയെ. ആ അമ്മ മറ്റാളുകളെ വിളിച്ചുകൊണ്ട് പോയി. ഇവളും അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ അത് താങ്കളുടെ ശക്തി എനിക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. ആദ്യ നിർത്താലും എന്ത് തന്നെ സംഭവിച്ചാലും ഈ കല്യാണം ഞാൻ നടത്തിത്തരും. ഇത് ഈ ഹരിഹരൻ തമ്പിന്റെ വാക്കാ. അല്ല, എന്നോട് ഇപ്പോ ഒറ്റയ്ക്ക് ചെല്ലാൻ പറഞ്ഞതിന്റെ ആവശ്യം ഇപ്പൊ എന്താന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അതിപ്പോ അവിടെ പോയി നോക്കിയാലേ അറിയാൻ പറ്റും. നമുക്ക് പോയി നോക്കാം. ഇല്ല, ഇവിടെ തന്നെ സ്ഥലം. സ്ഥലം എവിടെയാണ്? വണ്ടി അങ്ങോട്ട് നോക്കിക്ക്. ഒറ്റന്നൊക്കെ കണ്ടപ്പെടണ്ട എന്നാ. എടാ, എനക്കും കൂടെ വരായിരുന്നു. ഭാവികളെ എന്തായാലും ഒറ്റയ്ക്ക് വിളിച്ചല്ലേ, അതുകൊണ്ട് നീ എന്നെ ഒന്ന് പോയി നോക്ക്, എന്താന്നുള്ള അറിയാം. ഓക്കെ, ഏതായാലും ഞാൻ പോയി നോക്കാം. പോയി ഇവിടെ തന്നെ ഉണ്ടാണോ? ആ, ഇവിടെ ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ വിളിച്ചോ കേട്ടോ. ശരി. എന്തുണ്ടോ ഞാൻ അവിടെ ഉണ്ടാവും. എന്താ ദേവാ, ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഞങ്ങളെ? അല്ല, ശ്രീഹരിയേട്ടൻ പിടിച്ചിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് പുള്ളി മാത്രമേ കാണുന്ന വിചാരിച്ച്. നിങ്ങളെ 3 പേരെയും പ്രതീക്ഷിച്ചില്ല. അവനെ തന്നെ കാണണം, ഞങ്ങളെ കണ്ടാ പോരെ? നിങ്ങളെ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്നാ ശ്രീഹരിയേട്ടൻ പിടിച്ചിട്ടാ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ എവിടെയും നോക്കിയിട്ട് പുള്ളിനെ കാണുന്നുമില്ല. നിങ്ങൾക്കറിയാലോ, നാളെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാ ഞാൻ വന്നത്. കാരണം പുള്ളി വിളിക്കുമ്പോ വരാതിരിക്കാൻ പറ്റൂലല്ലോ. എന്നാ എനിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാനും ഒരു കൂട്ടുകാരനും മാത്രമേ ഉള്ളൂ. ശ്രീഹരിയേട്ടനും പിന്നെ എന്ത് ഹെൽപ്പിനും
നിങ്ങൾ 3 പേരും ഉണ്ടാവും അറിയാം. അതുകൊണ്ട് വിളിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാ എനിക്ക് പെട്ടെന്ന് അങ്ങ് പോവായിരുന്നു. പോയിട്ട് കുറച്ച് അത്യാവശ്യം പരിപാടികളുണ്ട്, അതുകൊണ്ടാ. അനിയാ, ഞാൻ മോഹിച്ച പെണ്ണിനെ നീ അതിനെന്താ അറിയാ, ആ പെണ്ണ് അളിയനുള്ളതല്ലേ. ഇവനെ നമ്മളിപ്പൊ പറഞ്ഞു വെക്കൂര്. എന്തായത്? അവിടെ അവിടെ ശ്രീഹരിയുടെ അവിടെ ഇല്ല, ആരോ അയാളുടെ കൂട്ടുകാരാ അവിടെ ഉള്ളത്. അവരെന്നെ കൊല്ലാൻ ശ്രമിച്ചു. We need a beat. ജീവ തന്നെ. ഹലോ, ജീവ അല്ലേ? അതെ, ജീവ. അല്ല, എന്നെന്തിനാ അങ്ങോട്ട് വിളിപ്പിച്ച്? വരാൻ പറഞ്ഞ ഞാനല്ല, ശ്രീഹരിയാ. അവനകത്തുണ്ട്, ചെല്ലേ. ഓ, എന്താ ജീവ, വരാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായോ? ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്തിനാ അങ്ങോട്ട് വരാൻ പറഞ്ഞെന്നുള്ളത് മനസ്സിലായില്ല. അതും ദേവ പോലും അറിയാതെ. ദേവ, എടാ അവന്റെ കൂടെ നടന്നിട്ട് നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞങ്ങൾ ഒരുമിച്ച് വളർന്നതാ. അപ്പോ അവ രക്ഷപ്പെട്ട ഞാൻ രക്ഷപ്പെട്ട പോലെ തന്നെയാ. ജീവ, അതൊക്കെ നിന്റെ വെറും തോന്നലാ. കാരണം അവനെല്ലാം ഷെയർ ചെയ്തത് നിന്റെ കൂട്ടുകാരനായിരുന്നെങ്കിൽ എന്റെ പെങ്ങളുമായിട്ടുള്ള റിലേഷന്റെ കാര്യം അവൻ നിന്നോട് പറഞ്ഞിരുന്നോ? എടാ, നിന്റെ ധൈര്യത്തിൽ അവൻ എന്റെ വീട്ടിൽ പെണ്ണാലോചിക്കാൻ വന്നത്. ആ ധൈര്യം നീ നിന്റെ കാര്യത്തിൽ കാണിച്ച നിന്റെ ലൈഫ് സെറ്റിലാക്കാം. അവനെ ചതിച്ചിട്ട് നിങ്ങളെ കൂടെ വന്നിട്ട് എന്ത് നേട്ടം കിട്ടാനാ എനിക്ക്? ജീവ, നിന്നെപ്പറ്റി ഞാൻ ശരിക്കും അന്വേഷിച്ചു. എടുത്തു പറയാൻ ഒരു ജോലി പോലും നിനക്കില്ല. പിന്നെ ദേവ, എന്റെ പെങ്ങളെ കിട്ടുന്നതോടുകൂടി അവന്റെ ജീവിതം സെറ്റിലാ. അപ്പൊ നീയോ? പെട്ടെന്ന് വേണ്ട, നീ ആലോചിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ കൂടെ നിന്നാ നിനക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. കൊള്ളാം, പറഞ്ഞ പണി വൃത്തിയായി ചെയ്തു.
പറഞ്ഞ പണി ഞാൻ വൃത്തിയായിട്ട് ചെയ്തു. ഇനി നിങ്ങളെ കൂട്ടുകാരൻ പറഞ്ഞ പ്രതിഫലം കൂടി എനിക്ക് തന്നാ എനിക്കങ്ങ് പോവായിരുന്നു. പണം തരാന്ന് പറഞ്ഞ ശ്രീഹരി ആണെങ്കിൽ അവനത് തന്നോളൂ. അപ്പൊ മോൻ സ്ഥലം വിടാൻ നോക്ക്. വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. പണത്തിന് വേണ്ടിയാ സ്വന്തം കൂട്ടുകാരനെ കൊന്നു തള്ളി. ശ്രീഹരി പണം തരുന്ന പറഞ്ഞ തന്നിരിക്കും. ഇപ്പൊ നീ പോ. ഇപ്പൊ ഞാൻ പോവാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്റെ സ്വഭാവം ശരിക്കറിയാലോ. ഇനി ഇവനെ എന്താ വെച്ചാ ചെയ്തോ. നോക്ക് അങ്ങോട്ട് എത്തി അച്ഛൻ്റെ വണ്ടി നാട്ടുകാരെ മൊത്തം വിളിച്ച് എൻഗേജ്മെന്റ് നടത്താൻ നോക്കിയിട്ട് ഇപ്പൊ എന്തായി? മാറിയില്ലേ? എന്താണ് ഇതൊന്നും മിണ്ടാത്തത്? ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞ ഈ ബന്ധം നമുക്ക് ശരിയാവില്ലാന്ന്. നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനാണെന്ന്. മോളെ, അവൻ വരും, നീ വിഷമിക്കണ്ട. അങ്ങനെ അച്ഛാ ഞാനും വിചാരിച്ചത്. പക്ഷെ അച്ഛന് മെസ്സേജ് കണ്ടോ? ഈ എൻഗേജ്മെന്റ് താല്പര്യമില്ലെന്നും എന്നോട് ക്ഷമിക്കണം പറഞ്ഞു അവൻ അയച്ച മെസ്സേജാണിത്. ഇപ്പൊ മനസ്സിലായില്ലേ അവൻ നിന്നെ ചതിച്ചതാണ്? ഓരനെ ചതിക്കുന്ന ആളെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറേ, എവിടെയാണ് നിന്റെ കൂട്ടുകാരൻ ദേവ? എന്താന്ന് വെച്ചാൽ പറയടാ. ദേവ അവൻ ശ്രീലക്ഷ്മിയെ ചതിച്ചതാ. എന്താ പറഞ്ഞ? ഞാൻ പറഞ്ഞ സത്യമാണ്. നിന്നെ പ്രേമിക്കുന്ന സമയത്ത് തന്നെ അവന് വേറൊരു അഫയർ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അവൻ ഒരിക്കലും എന്നെ ചതിക്കില്ല. ഞാൻ പറഞ്ഞ സത്യമാണ്. നിങ്ങളുടെ ഇഷ്ടം പോലും അവൻ എന്നോട് മറച്ചു വെച്ചില്ലേ, അതുപോലെ ഇതും അവസാന നിമിഷത്തിലാണ് ഞാൻ അറിയുന്നത്. ഇനി നീ അവനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. അവൻ ഇപ്പോ സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായി നാട് വിട്ടു. അതേവേ എല്ലായിടത്തും നോക്കി കണ്ടില്ല. ഇനി നീ ആരെ അന്വേഷിക്കണ്ട, അവൻ നാട് വിട്ടു. എല്ലാവരുടെ മുമ്പിൽ ഞാൻ വീണ്ടും നാണം കെട്ടു. അച്ഛൻ വിഷമിക്കണ്ട. അച്ഛൻ തീരുമാനിച്ച ദിവസം തന്നെ എന്റെ കല്യാണം നടക്കും. ശ്രീകാന്തിട്ടന് ആ പഴയ ഇഷ്ടം എന്നോട് ഇപ്പോഴും ഉണ്ടോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഏട്ടൻ എന്നെ ഇഷ്ടമുണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് നിന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും വന്നില്ല. മോളെ, അങ്ങനെ തീരുമാനം എടുക്കണോ? ഇല്ല അച്ഛാ, എന്നെ വേണ്ടാത്തടത്തിന് മുന്നിൽ എനിക്ക് തൊട്ടെടുക്കാൻ പറ്റില്ല.
എടുത്ത് ചാട്ടാന്നില്ലല്ലോ. അണ്ടാറടങ്ങാനായിട്ട് കംപ്ലൈന്റ് ആകാൻ പറ്റിയ സ്ഥലം. ദാനം കിട്ടിയ വണ്ടിയല്ലേ, പിന്നെ എങ്ങനെ കംപ്ലൈന്റ് വരാണ്ടിരിക്കും? സാരല്ല, പൈസയല്ലേ കയ്യിലിരിക്കുന്നത്, പുതിയത് തന്നെ വാങ്ങണം. ഓലക്ക വണ്ടി നശിച്ച നേരം. അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ലോ. ചെയ്തവരുടെ സഹായത്തിന് ഒന്ന് വൃത്തിയിട്ട വണ്ടി. അല്ല, ഈ ക്ലിപ്പൊക്കെ എങ്ങനെ പൊട്ടിപ്പോയേ? വലിയ ആൾക്കാരാ. ഈ വൃത്തിയിട്ട സ്ഥലത്ത് തന്നെ കിട്ടിയൊരു പണി. ഉണ്ടാവുക ചാടിയടെ. ചാടി ദേവാ, 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 തെറ്റ് പറ്റിപ്പോയി. എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത് ദേവാ. ഒരു കൂടപ്പിറപ്പിന് പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചത്, ആരുമില്ലെന്നുള്ള ദുഃഖം ഞാൻ മറന്നത് നിന്റെ കൂടെ വന്നതിന് ശേഷമാ. എന്നാ നീ നിസ്സാരം പണത്തിനു വേണ്ടി ഒരു കൂടപ്പിറപ്പിനെ പോലെ കരുതി എന്റെ ജീവനെടുക്കാൻ കൂട്ടുനിന്നു. ആരോട് വേണമെങ്കിലും എനിക്ക് ക്ഷമിക്കാൻ സാധിക്കും, പക്ഷേ വിശ്വാസവഞ്ചന കാണിച്ച നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല. ദേവാ, എന്നെ കൊല്ലരുത്. ഹലോ ഹലോ, നീ ഇതെവിടെയാ? നിന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ്? ഞാൻ സ്റ്റേഷനിലായിരുന്നു, അതാ സ്വിച്ച് ഓഫ് ആക്കിയത്. പിന്നെ പോയ കാര്യങ്ങൾ എന്തൊക്കെ? നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങള്. ആ ജീവചാരോ കാര്യമായിട്ട് നല്ല പണിയാ കൊടുത്തത്. ഹലോ സണ്ണി, ഇതിപ്പോ സീനാവോ? എന്ത് സീന്? നമ്മള് കൊടുത്ത വണ്ടി എന്റെ പേരിലായതുകൊണ്ട് എന്നെ സ്റ്റേഷനിലേ വിളിപ്പിച്ചേ. നിന്റെ ശരിക്കും കുറഞ്ഞോ? എസ് ഐയുടെ മക ഒരു ചോദ്യം ചെയ്യലും ഒരാഴ്ച വർത്താൻ അത് കഴിഞ്ഞു. ഇനി സി ഐ വരണം. അയാള് വരുന്നവരെ ഞാനൊന്ന് പുറത്തേക്ക് മാറിയതാ. അല്ല, ഇനിയിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? എന്ത് പ്രശ്നം ഉണ്ടാകാനാ? എടാ ശ്രീഹരി, ഒരു കണക്കിന് നോക്കിയത് ലാഭല്ലേ? നമ്മുടെ രഹസ്യങ്ങൾ അറിയാന്നുള്ള ഒരുത്തനല്ലേ തീർന്നത്. എന്നാ ശരി, നീ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വേഗം വരാൻ നോക്കും. വെക്കലെ ബെന്നിച്ചായന്റെ കൂടെ പിന്നെ ശ്രീകാന്തോട് ഞങ്ങളെ ചെറുങ്ങനെ ഒന്ന് കറങ്ങാൻ അറിയാതാ. കഴിഞ്ഞിട്ട് നമ്മുടെ സ്പോട്ടിലേക്ക് തന്നെ പോകും. ഓക്കെ, എത്ര ഇരുട്ടിയാലും ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഓക്കെ, ശരി ശരി ശരി.
പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് നീ എവിടെ പോയി കിടക്കടാ? അതെ, നേരത്തിനും കാലത്തിനും വീട്ടിലെത്താനേ ഇത് ലീഗൽ ബിസിനസ് അല്ല, ഇല്ലീഗലാ, ഇല്ലീഗൽ. അതിനെന്താ കൃത്യമായിട്ട് പ്രതിഫലം കിട്ടുന്നില്ലേ? പ്രതിഫലത്തിന്റെ കണക്കൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഞാൻ വന്നതേ വീട്ടിലൊരു കണക്കുണ്ട്, അവൻ തീർക്കാനാ. ബെന്നിച്ച, എടോ ബെന്നിച്ച, എഴുന്നേറ്റേ. എന്ത് കിടപ്പായി കിടക്കുന്നേ? എന്താടാ ഒരു സൗകര്യവും തരാതെ? 3-4 ദിവസമായിരുന്നു ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അമ്മച്ചിയാണ് ഒരു സൗകര്യവും തരുന്നില്ല. മാത്രമല്ല ജീവാന്ന് പറയുന്ന പരനാറി ഏതോ കൈവേറി പണ്ടാരടിക്കാൻ പോണ്ടി വന്നേ. ഞാൻ പോവാതിരിക്കാൻ പറ്റുമോ? അവന് പ്രതിഫലമായിട്ട് കൊടുത്തത് എന്റെ പേരിലുള്ള വണ്ടിയല്ലേ. ഞാൻ ആ കാര്യം ചോദിക്കാൻ വിട്ടു. അവനിട്ട് ആരാ പണിതെന്ന് വല്ല വിവരവും കിട്ടിയോ? ഒരു വിവരം കിട്ടിയില്ല. പോലീസിനെ പേടിച്ചിട്ട് ഇനി നമ്മുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മള് കാണാത്ത പോലീസുകാരുണ്ടോടാ? സ്റ്റേഷനിൽ പോവുക മാത്രല്ല ആ ജീവക്ക് കൊടുത്ത കാറും നൈസിൽ ഞാൻ കൈക്കലാക്കി. എന്നാ പിന്നെ ആ കാറും കൊണ്ട് വീട്ടിലേക്ക് പോയാ പോരുന്നു, ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനാ? എന്റെ പൊന്നു ബെന്നിച്ച, അമ്മച്ചി സ്വൈര്യം തരുന്നില്ല, നിങ്ങളൊന്ന് വന്നേ. ഇച്ചായ അവന്റെ ഇപ്പൊ ചെല്ലേ, വെറുതെ അമ്മച്ചോട് പറയിപ്പിക്കണ്ട, നമുക്ക് നാളെ കാണാലോ. എന്നാ പിന്നെ ശരി. ഓ ഇച്ചാൻ പോയോണ്ടേ നമുക്ക് ഇന്ന് ഇവിടെ അങ്ങ് കൂടാ. താഴത്ത് ജോലിക്കാരുള്ളതല്ലേ? അവര് താഴത്തല്ലേ, നമുക്ക് ഇവിടെ കിട്ടുക. ഇവര് മാത്രമേ ഉള്ളോ? അവിടെ പോയി. ശ്രീയേട്ടാ, ശ്രീയേട്ടാ, എടാ ശ്രീകാന്തേ, ബെനിച്ചാനോടെ? ബെനിച്ചാനോടെ? എന്താണ് മനുഷ്യനെ കളിപ്പിക്കുകയാണോ? നീയല്ല കുറച്ച് ഇച്ചാനെ കൂട്ടി പോയത്. ഞാനോ? നിങ്ങൾ എന്താ അടിച്ച് ഫിറ്റായോ? എടാ മനുഷ്യൻ അവിടെ ക്ഷീണിച്ച് കിടക്കുക. നീയല്ല കുറച്ച് ഇച്ചാനെ കൂട്ടി കൂട്ടി പോയത്. 2 വട്ടം കൂട്ടിക്കൊണ്ടുപോകാൻ ഇയാൾ ഡബിൾ റോളോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? ടീച്ചാരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നോ? നേരം വെളുത്തം പോലും സ്റ്റേഷനിൽ നിൽക്കുക ആ ജീവയുടെ മരണം കാരണം. പോലീസുകാരോട് ഓരോമാതിരി ചോദ്യം കേട്ട് 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 മടുത്തിട്ടാ ഇങ്ങോട്ടൊന്ന് വന്നേ. നീ എന്താ ആളെ പ്രാങ്ക് ആക്കുക? ഓ നീയും ഫിറ്റാ? അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വാസമല്ലേ? അച്ചായൻ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് രണ്ടാളും കൂടി നാടകം കളിക്കാം അല്ലേ? ഇവരെന്തൊക്കെയാടാ പറയുന്നത്? അവര് വട്ട, നിങ്ങളിവിടെ കിടക്കാൻ നോക്കി. അല്ല ഓരല്ലേ പിന്നെ ഇച്ചാനോട് വന്ന് കൂട്ടിക്കൊണ്ടുപോയത് ആരാ? എടാ സണ്ണിയേ, നീ എതിലാടാ വണ്ടി കൊണ്ടോണേ? വീട്ടിലേക്കുള്ള വഴി മറന്നുപോയടാ നീ. എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് എത്തിക്കും. ദേവാ, എന്നെ കൊല്ലല്ലേ ദേവാ. എന്നെ വിട്ടേക്കണോ, എന്നെ വിട്ടേക്ക്. ഇച്ചായ, ഇച്ചായ
ദേവാ അളിയ ആ ബെന്നിച്ചായനെ സണ്ണിയെ കൊന്നത് ദേവയാണെങ്കിൽ സംശയമുണ്ട്. അപ്പൊ പിന്നെ ചയനെ സണ്ണിയ രൂപത്തിൽ നമ്മളെടുത്തുനിന്ന് കൂട്ടിക്കൊണ്ടുപോയ ആരാ? അത് സണ്ണി തന്നെയാ. അവര് പോയ ഇതിലെന്തോ പറ്റിപ്പോയതാ. നീ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കില്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കൊന്ന ദേവ തന്നെയാ അവരെയും കൊന്നത്. ടെൻഷൻ അടിക്കാതെ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് ഞാനൊന്ന് തന്നെ വിളിക്കാം. എന്നാ ശരി, ഓക്കെ. നിങ്ങൾ ഫോണിലൂടെ ഏട്ടനോട് ഇപ്പൊ എന്താ പറഞ്ഞു? എന്തു പറയാനാ? നിങ്ങൾ പറഞ്ഞല്ല ഞാൻ കേട്ടു. ഇവിടെ മാറി നിൽക്കണേ. ദേവയ്ക്ക് എന്ത് പറ്റിന്ന് പറഞ്ഞിട്ട് പോയാ മതി. എന്താടി നീ ചോദിച്ചേ? പറ, നിങ്ങൾ ഏട്ടനും കൂടി ദേവേനെ എന്താ ചെയ്തേ? പറ, ദേവയ്ക്ക് എന്താ പറ്റിയെന്ന് പറ. കയ്യെടുക്കടി, ഇല്ല. കയ്യെടുക്കടി. അതേടി, നിന്റെ മറ്റവൻ നിന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞതല്ല, ഞങ്ങൾ ഒന്ന് കുഴിച്ചു മൂടിയതാ. ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിന് നിങ്ങളെല്ലാവരും കൊന്നു കളഞ്ഞില്ലേ? ഇത് ഞാൻ ഇപ്പം തന്നെ എന്റെ അച്ഛനോട് പറയും. നീ എന്താടി വിചാരിച്ചേ? നിന്റെ അച്ഛനും കൂടി ചേർന്നിട്ടാ അവനെ കൊന്നു തള്ളിയത്. നിന്നെപ്പോലെ ഒരു നാറയ്ക്ക് കൊട്ടിച്ചു വിടാനല്ല ഞാൻ എൻ്റെ മോളെ പോറ്റി വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മോള് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. കേറിപ്പോടി, കേറിപ്പോടി. ദേവിയുടെ ആത്മാവ് എവിടെയുണ്ട്? ഞാൻ കണ്ടതാ, ഞാൻ കണ്ടേ. ഹലോ ഹലോ,
ശ്രീ 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 ടാ. സത്യം പറയടി, ഇവനെന്താ പറ്റിയേ? പറയാൻ. ദേവയ്ക്ക് എന്താണ് സംഭവിച്ചത്? അത് തന്നെ. ഒന്നും അറിയാത്ത പാവത്തിനാ അച്ഛനേട്ടനും കൂടി ഇല്ലാണ്ടാക്കിയത്. അടുത്തത് നിങ്ങളാ, സൂക്ഷിച്ചോ. ഹലോ അച്ഛാ, ഹലോ, ആ അച്ഛൻ എവിടെയാ? ഞാൻ ദൂരാടാ. എന്താ? ഞാൻ നമ്മുടെ ശ്രീയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ, എന്താ ശബ്ദത്തിന് വ്യത്യാസം? നമ്മുടെ ശ്രീ മരിച്ചു കിടക്കുന്നതാ കണ്ടത്. ഇവിടെ എത്രയും പെട്ടെന്ന് നീ അവിടുന്ന് പോരാൻ നോക്ക്. ഞാൻ ഈ അവസ്ഥയിൽ ഇവിടുന്ന് എങ്ങനെ പോരാ? ഇല്ലെങ്കിൽ നീയും കൊല്ലപ്പെടും. അച്ഛൻ എവിടെയാന്ന് വെച്ചിട്ടാ ഞാൻ വരേണ്ടത്? എടാ, ഞാൻ നിന്റെ വാട്സപ്പിലേക്ക് ലൊക്കേഷൻ അയക്കാം. ഇത് നീ ഒരുക്കിയ കണിയല്ല, നിന്നെ തളയ്ക്കാൻ വേണ്ടി ഞാൻ ഒരുക്കിയ കണി. സ്വാമി, എന്റെ മകന്റെ കൂട്ടുകാരൻ ഓരോന്നായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മാസം മുമ്പേ ഒരു ചെറുപ്പക്കാരനെ കൊന്നു കുഴിച്ചു മൂടിയത് ഓർമ്മയുണ്ടോ? ഇത് മാത്രമല്ലല്ലോ, ഇതിന്റെ മുന്നേ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? അങ്ങ് പറഞ്ഞത് ശരിയാണ്. നാട്ടുകാരുടെയും എൻ്റെ മക്കളുടെ മുമ്പിൽ എൻ്റെ ഭാര്യ മറ്റൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോയതാണ്. പക്ഷേ എൻ്റെ ബിസിനസ്സിന് തടസ്സം വന്നപ്പോൾ ഞാൻ അവളെ കൊന്നു കുഴിച്ചു മൂടി. അതാർക്കും അറിയില്ല. ഇനി രക്ഷപ്പെടാൻ എന്തോ ഒരു മാർഗം. മന്ത്രത്തിലൂടെ ഈ ആത്മാവിനെ തളയ്ക്കാൻ കഴിയില്ല, തന്ത്രത്തിലൂടെ സാധിക്കൂ. ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാവില്ല ദേവാ. നമ്മുടെ മന്ത്രവാദ കളത്തിൽ നീ എത്തിയേ പറ്റൂ.
എന്നെ തളയ്ക്കാൻ നിന്റെ ഈ മന്ത്രത്തിന് സാധിക്കില്ല. ദേവാ, നീ എത്ര ശക്തനാണെങ്കിലും നിന്നെ ഞാൻ തളച്ചിരിക്കും. നിനക്ക് നീ രക്ഷയില്ല ദേവാ, കീഴടങ്ങിയേ പറ്റൂ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ജീവനെടുത്ത ഇവർക്ക് വേണ്ടിയാണ് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത്. സത്യവും ധർമ്മവും നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്റെ കൂടെ നിൽക്കണം. ഇവരെ എനിക്ക് വിട്ടുകളയണം. എന്റെ മുന്നിൽ ആദ്യം സഹായം ചോദിച്ചു വരുന്നവരാരോ അവരെ ഞാൻ രക്ഷിച്ചിരിക്കും. ചെയ്യരുത്. ഇനി ഒന്നും പേടിക്കേണ്ടതില്ല. നിങ്ങളെ ശത്രു ഈ മൺകുടത്തിലായി കഴിഞ്ഞു. നന്ദിയുണ്ട് സ്വാമി. അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ തരും. എനിക്കൊരു ദക്ഷിണയും ആവശ്യമില്ല. നീ ചെയ്ത കുറ്റം നിയമത്തിന് മുന്നിൽ ഏറ്റു പറഞ്ഞാൽ മതി. സ്വാമി, അങ്ങ് ചെയ്ത ഉപകാരത്തിനൊക്കെ നന്ദിയുണ്ട്. പക്ഷേ ഇപ്പൊ പറഞ്ഞ കാര്യം അത് നടക്കില്ല. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണ് നമ്മുടെ വിശ്വാസം. നീ ചെയ്ത കുറ്റം നീ ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കണം. സ്വാമിക്ക് ഇനി വിശ്രമിക്കാം അങ്ങ് സ്വർഗത്തിൽ. പരലോകത്തേക്ക് പോവാണ്. ഇനി ഞാനല്ല, നീയൊക്കെയാ. ഇല്ല, എന്റെ കൈ കൊണ്ട് ഇവനെ ഞാൻ കൊല്ലില്ല. പകരം നിന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ മകനെ ഞാൻ ഇല്ലാതാക്കും. ലച്ചു, ലച്ചു,
ലച്ചു, ഇത് ഞാനാ, ദേവ. നിനക്കെന്നെ കാണാൻ സാധിക്കില്ല. നിന്റെ കൂടെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചാ ഞാൻ. പക്ഷെ വിധി അതിനനുവദിച്ചില്ല. ദേവ, ഞാൻ കാരണമല്ല നിനക്ക് ഈ അവസ്ഥ വന്നത്. അതിലെനിക്ക് വിഷമമില്ല. പക്ഷെ പോകും മുമ്പ് അവസാനമായിട്ട് നിന്നെ കാണണമെന്ന് തോന്നി. ഈ ഭൂമിയിൽ എനിക്ക് ചെയ്തു തീർക്കാനുള്ളതെല്ലാം ഞാൻ ചെയ്തു തീർത്തു. ഇനി ഒരിക്കലും നീ എന്നെ കാണില്ല, എന്റെ ശബ്ദം കേൾക്കില്ല. നിനക്ക് നല്ലത് മാത്രം വരട്ടെ, നല്ലത് മാത്രം. ഇന്ന് രക്തബന്ധത്തെക്കാളും സുഹൃത്ത് ബന്ധത്തെക്കാളും മനുഷ്യർ വില കൽപ്പിക്കുന്നത് പണത്തിനാണ്. എന്നാൽ ഒന്നോർക്കുക, ഏത് അപകടത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മൾ തള്ളിക്കളഞ്ഞ ഇതേ മനുഷ്യർ തന്നെയാണ്.